ജോസി അതൊന്നും സാരില്ലെന്നേ, ഒക്കെ ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കേ. അതെ, ഇന്നത്തെ കാലത്ത് ധൈര്യം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഭാഗ്യം കൂടെ വേണം. ഒരു യുദ്ധത്തിൽ എത്ര പട്ടാളക്കാരാ മരിക്കുന്നത്? ധൈര്യമില്ല കുട്ടപ്പൻ സാറേ എന്നാ അതെ, കപ്പലിലൊരു തുള വീണ കപ്പൽ മുങ്ങും, അതറിയാഞ്ഞിട്ടാ. എല്ലാരും ഉണ്ടല്ലോ. ഇപ്പൊ വന്നല്ലോ. അങ്ങനെയാണോ? ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഞാൻ വെള്ളാടി നിർത്തിയായിരുന്നു ഇന്നലെ. ചായ ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുക്കാം. നീ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കും. അല്ല അപ്പച്ച, ഞാൻ വേണ്ടടാ. ഈ നല്ല മനുഷ്യനെ കുറിച്ചാണ് നീ ഇല്ലാത്തെല്ലാം പറഞ്ഞത്. അല്ലടാ, എന്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. 14 കൊല്ലം തെണ്ടി നടന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങൾ അവനെ സ്നേഹത്തോടെ നീ മിണ്ടായിരുന്ന ബാക്കിയെല്ലാം ഞാൻ ശരിയായിക്കോളാം. നല്ല സിനിമയാ, കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ ഒരു പട സ്ഫടികം. സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. മക്കളോടൊക്കെ എന്ത് ക്രൂരമായിട്ടാ ആ അച്ഛന്റെ പെരുമാറ്റം. ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെ ഞാൻ വലിച്ചു കീറി. കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. 18 പട്ട. 18 പട്ട തെങ്ങ് വെക്കേ? കഷ്ടം, എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ലെങ്കിൽ. എനിക്കും. അല്ലാതെ എന്ത് ചെയ്യണോ അപ്പൻ? അവന്റെയൊക്കെ തെമ്മാടത്തിന് കൂട്ട് നിൽക്കണോ? നിക്കണോ? ഞാൻ അപ്പോഴേ പറഞ്ഞു. അതെ, തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. ഡാഡ, മമ്മ, സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ 4ാം ക്ലാസ്സാ, പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ 4ാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യമോ ചോദിച്ചത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. പിന്നെ കെട്ടിക്കാൻ പ്രായമായ 2 സിസ്റ്റേഴ്സ്. അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ അവരുടെ ആഹാരവും കഴിച്ച് ജീവിച്ചു പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അതിനുള്ള ലൈസൻസ് ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട്. ഓഹോ. എന്നാ ഈ കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. ഇയാളെന്ത് ചെയ്യുന്നു? BSc നഴ്സിംഗ് കഴിഞ്ഞു, IELTS എഴുതാൻ നിക്ക. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഈ ചെറുപ്പത്തിന് തിളപ്പ് കഴിഞ്ഞ പിന്നെ എന്തിനു കൊള്ള? വെറുതെ ഉഴപ്പി അടക്ക. അധ്വാനിക്കണം, കഠിനമായിട്ട് അധ്വാനിക്കണം. എങ്കിൽ ഞങ്ങൾ പോയി അധ്വാനിക്കാം അങ്കിൾ. നീ എവിടെ ഇരിക്കും? നിങ്ങൾ പോ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കിൾ. അതെ, വരണമെന്നില്ല. ഇവന്റെ പരീക്ഷ കഴിയുന്നവരെ ഒറ്റൊരുത്തിനും കൂടെ വരണ്ട. ശരി. പിന്നെ അങ്കിൾ, നേരത്തെ പറഞ്ഞ കൊച്ചി രാജാവിന്റെ പേര് കിട്ടിയായിരുന്നു. സുനീഷ് വി, ശരിയല്ലേ? എവിടുന്ന് കിട്ടിയപ്പോ? ദാ ഇവിടുന്ന്. ഒന്ന് പോടാപ്പ. അത് തെറ്റാണെന്ന് തോന്നുന്നു. എടാ, ശരിക്കും ആൻസർ കിട്ടി. എന്താണെന്നറിയോ? കുഞ്ഞുമോൻ. നിനക്ക് വട്ട. ആ ചെക്കൻ ആകെ വരണ്ട് നിൽക്കുക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പയ്യന്മാരുടെ വിചാരം അവന്മാരുടെ അഭ്യാസമൊന്നും നമ്മൾ കാർന്നവന്മാർക്ക് മനസ്സിലാവില്ല എന്നാ. നമ്മളിതൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. ജോണേ, താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും താൻ അവനെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. പീഡിപ്പിക്കേ? തനിക്കറിയാലോ, 2.5 വയസ്സിൽ നഷ്ടപ്പെട്ടത് എനിക്കവന്. എന്നും എനിക്കവൻ ആ പഴയ കൊച്ചു കുഞ്ഞു തന്നെയാ. അവന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എനിക്കവനെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ മകൻ കുറെ വേദനിച്ചിട്ടുണ്ടാവും. വേദനയോടെ ആണെങ്കിലും ഇപ്പൊ എനിക്ക് അവന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഞാനീ ചെയ്യുന്നത്. ഒരച്ചടക്കമുള്ള ജീവിതം അഭ്യസിപ്പിക്കുക, ഡിസിപ്ലിൻ ആക്കുക. അവൻ നല്ലവനാ. എനിക്കവന്റെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടോ. എല്ലാം ശരിയാവും. തമ്പാ, നമുക്ക് ഓരോ സ്മോൾ. വേണ്ട, അവനോട് ചേരുന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉള്ളതാ ഈ മദ്യപാനം. ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ തന്നെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ എന്നോട് പുച്ഛമാവും. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോർ ചമ്മന്തി. Big amount of Srisaram they are asking. Anyway, നമുക്ക് കല്യാണം നടത്തണം. She is 28 now. ഫംഗ്ഷൻ എക്സലന്റ് ആക്കണം. പലനാൾ സ്പെഷ്യൽ പാർട്ടി ഫോർ മൈ ഫ്രണ്ട്സ്. Why? നീ സൈലന്റ്. എന്ത് മിണ്ടാനാ? ശ്രീധനോട് നോപ്പിക്കും. Then wait for some more years. 40 years ഉള്ള മാരേജ്. This proposal is very good. പെട്ടെന്ന് നടത്തണം. Okay, then immediately. But by party? ഒന്ന് നിർത്ത്. എപ്പോഴും ഈ പാർട്ടി. നിങ്ങൾ പാർട്ടി നടത്തിയും ഫംഗ്ഷന് പോയാ ഈ വീട് മുടിച്ചത്. കോട്ട് സൂട്ട് ഇട്ടൊരു പോക്ക്.
എന്തെങ്കിലും ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഒരു സഹായം? I don't have പണി. പണിയെടുക്കണം. ഞാൻ ഡാഡയെ കാണുന്ന അന്ന് മുതൽ ഇങ്ങനെയാ, പണിയെടുക്കില്ല. ഞാൻ ചർച്ച് കൊയറിൽ പാടുന്നില്ലേ? ഞാൻ കൊയർ മാസ്റ്റർ അല്ലേ? കൊയർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പള്ളിയിൽ പടി 5 പേരുടെ വയറ് നിറയോ? 3 നേരം ഭക്ഷണം കഴിക്കാൻ എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കല്യാണം. എന്നിട്ട് എപ്പോ? പോടി. പക്ഷെ എനിക്കിഷ്ടം കാശ്മീരാ. കാശ്മീര് പക്ഷേ വെടിവെപ്പല്ലേ? എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണ? ഞാനില്ലേ. പോവാടാ. നോക്കട്ടെ. ഒരു മിനിറ്റ്, ഒരു കോൾ വരണേ. തൽക്കാലം കാശ്മീരിനെ കണ്ടിന്യൂ. ആരെ വിളിച്ചേ? ഞാൻ കട്ട് ചെയ്തു. അപ്പച്ചനാ. പറവാവേ. ഹലോ ഹലോ, ആരാ? ഹലോ. ഓ ഗോഡ്. എനിക്ക് ചപ്പാത്തി വരുത്തണം. അങ്ങനെ പരത്താൻ വരട്ടെ. ആരായിരുന്നു ഫോണില്? അത് ഒരു ആരാധികയായിരുന്നു. ആര്? ആരാധിക. ആരാധിക? എത്ര ആരാധികമാരുണ്ടോ നിനക്ക്? 5-6 പേരുണ്ട്. എങ്ങനെ? കുറച്ച് പേരുണ്ട്. ഈ സീമ എന്ന് പറയുന്ന കുട്ടി ഇതിൽ പെടും. അയ്യോ, സീമയോ? ആരാത്? അതൊരു സിനിമാ നടിയല്ല അപ്പച്ചാ. അവര് മനുഷ്യരെ കബൂറാക്ക. കബൂറാക്കണെന്ന അപ്പച്ചൻ തറയുകയാണ്. സീമ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അപ്പച്ചാ. വേറൊന്നുമില്ല അല്ലേ? വേറൊന്നുമില്ല. ഈടെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കുറിച്ച് പറയാൻ പോലും ധൈര്യമില്ലാത്ത നീയൊക്കെ എവിടത്തെ കാമുകനാടാ? അയ്യോ, അപ്പച്ചനെല്ലാം മനസ്സിലായി. നാണമില്ലടാ. ഒരു പെണ്ണിന് ആശ കൊടുത്തിട്ട് ചില ലോറിക്കാർ റിട്ടേൺ ട്രിപ്പ് എടുക്കുന്ന പോലെ ഇപ്പൊ വേറൊരെണ്ണം. കാലിയടിച്ചു പോകുന്നതിലും ഭേദമല്ലേ? അങ്ങനെ പോകുമ്പോഴേ മോനെ നടു റോട്ടിലെ ടയർ പട്ടേന്ന് പഞ്ചറാവും. എത്ര ഒട്ടിച്ചാലും നിക്കാത്ത പഞ്ചർ.